നാളെ കല്യാണമാണോ? പിന്നെ അത് ശരി. ഭാര്യ മക്കളെയൊക്കെ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കി. ഭാര്യ മക്കളെയൊക്കെ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കി. നാളെ കല്യാണമാണല്ലോ. നാളെ നിങ്ങളുടെ കല്യാണം? അതെ. ഭാര്യയും മക്കളൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാക്കി എന്ന് പറഞ്ഞാൽ? അതെ, ഞാന് നാളെ എന്റെ കെട്ടാണ്. അവളെ തന്നെയാണ് കെട്ടുന്നത് ഞാൻ. ആരെ? എന്റെ ഭാര്യയെ തന്നെയാണ് ഞാൻ കെട്ടുന്നത്. അതെന്തിന്? അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. അയ്യേ, സെലിബ്രിറ്റികളവരെ ചെയ്യുന്നുണ്ട്, അറിയത്തില്ലേ? പണ്ട് ഞാൻ അവളെ സ്നേഹിച്ച് വിളിച്ചോണ്ട് വന്നതാണ്. 2 പിള്ളേരുമായി. ഇപ്പൊ മാമനും കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വൈറലാവുമെന്ന് പറഞ്ഞു. ട്രെൻഡിനനുസരിച്ച് ഞാൻ അവളാണെങ്കിൽ നാളെ ഞാൻ കെട്ടാൻ ചെല്ലാൻ വേണ്ടി മക്കളോട്ട് കാത്തിരിക്കുകയാണ് അവിടെ. റെഡിയാ. പിന്നെ ഒരു ചെറിയൊരു ആശംസ പറഞ്ഞ് ഭയങ്കര ടെൻഷനാണ്. നാളത്തേക്കാ? നാളത്തേക്ക്. പേരെന്താണ്? എന്റെ പേര് ആദർശ്. നാളെ വിവാഹിതനാവുന്ന ആദർശിനും ആദർശിന്റെ വൈഫിനും എന്റെ എല്ലാവിധ വിവാഹ മംഗള ആശംസ. ആദർശേ, 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 എടാ നിനക്ക് ചെവിയേക്കൂലേ? നിന്നെയല്ല ഞാനിവിടെ കിടന്ന് വിളിക്കണത്. ഞാൻ നിങ്ങളുടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആദർശേ ആദർശേ എന്ന് വിളിക്കരുത്. എന്നെ ആഞ്ജനേയാ എന്ന് വിളിക്കുന്നത്. അതെ അതെ. ഇവന്റെ സ്വഭാവം വെച്ച് ഇവനെ കൃഷ്ണ എന്നാണ് വിളിക്കേണ്ടത്. അമ്മ, നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്ത് വിഷയം? നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മോന്റെ കല്യാണമൊക്കെ എവിടം വരെ ആയിന്ന് അറിയാൻ വേണ്ടി വന്നത്. അത് ചോദിക്ക്. മണ്ഡപമെല്ലാം സെറ്റ് ചെയ്തു, കൂട്ടുകാരെയൊക്കെ വിളിച്ചു, ആരം അലങ്കാരം എല്ലാം റെഡി. ഷാമിയാന പന്തൽ ഇവിടെ എല്ലാം ഓക്കെ. പിന്നെ പാചകത്തിനാണെങ്കിൽ ബുൾസെ അജിയെണ്ണ ഏൽപ്പിച്ചു. ബുൾസേലും സ്പെഷ്യലിസ്റ്റ് അല്ലേ പുള്ളി. എന്താണ് ഇതൊക്കെ? അമ്മ, അങ്ങേരുണ്ടാക്കുന്ന പാചകം കാണണം, ഭയങ്കര വെറൈറ്റി അല്ലേ? എന്ത് വെറൈറ്റി? ചിക്കൻ കണസ കൊണസ, ചിക്കൻ തൂർത്ത്, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, പിന്നെ ഒരു വെറൈറ്റി ഉണ്ട്, ബീഫ് മെനകെട്ടത്. കഴിക്കണം, പൊളിക്കും. പൊളിക്കും. വെല്ലോടത്തുനിന്ന് ഒരു പെങ്കൊച്ചിനെയും വിളിച്ചോണ്ട് വന്ന് അതിൽ 2 പിള്ളേരുമായി. ഇപ്പൊ അവളെ കുടുംബത്തെ കൊണ്ടേ ആക്കി. എന്നിട്ട് നാളെ അവളെ വീണ്ടും കെട്ടാൻ അതെന്റെ ഭാര്യയല്ലേ? ആയിക്കോട്ടെ, നാട്ടുകാർ കാണുമ്പോ എന്താ? ഇവൻ അവളെ വീണ്ടും കെട്ടിയ 2ാം കെട്ടുകാരിയായ. നാണം ഉണ്ടാടാ ഒരു 2ാം കെട്ടുകാരിനെ കെട്ടാനായിട്ട്? അയ്യേ, ഇതിപ്പോഴത്തെ ട്രെൻഡാണ് അമ്മ. അവളെന്റെ ഭാര്യയാണ്. 2ാം കെട്ട് വിട്, അതില് 2 പിള്ളേരുണ്ട്. അമ്മ, അതെന്റെ പിള്ളേരല്ലേ? ആയിക്കോട്ടെ, നീ ജനറേഷൻ അനുസരിച്ച് ചിന്തിക്കടാ. ഇപ്പോഴത്തെ പിള്ളേര് ഫേസ്ബുക്ക് വഴി കാണും, ഇൻസ്റ്റാഗ്രാം വഴി ചൂണ്ടയിടും, വാട്സപ്പ് വഴിയും കാണും. ഈ പൊട്ടർ ഇപ്പോൾ ഇല്ലെങ്കിൽ അമ്മ, നിങ്ങൾക്ക് ചുമ്മാ ഞാൻ ഒരു കാര്യം, നിങ്ങളും അവളുമായിട്ട് വല്ല അമ്മായി അമ്മ പോരോ വഴക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലായിക്കൊള്ളണം. വെറുതെ എന്റെ കല്യാണത്തിന്റെ ഇടയിൽ കയറി ഒന്ന് ആവശ്യമില്ല വിഷയം ഉണ്ടാക്കുക. ആവശ്യമില്ലാത്ത വിഷയമൊന്നുമല്ല. അല്ലെങ്കിൽ വേണ്ട, പറയണ്ട. ഒന്നുമില്ല, പറയണില്ല. ഇനി തള്ള പറഞ്ഞിട്ട് ഇനി കുറ്റം വേണ്ട. എന്തുണ്ടല്ലോ അമ്മ പറഞ്ഞേ? ഇടാ ഒന്നുമില്ലടാ. പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ എങ്ങനെ ഒരു മകന്റെ മുഖത്ത് നോക്കി അമ്മ അങ്ങനെയൊക്കെ പറയും? അങ്ങനെ അവിടെ പറഞ്ഞാൽ എന്റെ അടുത്ത് പറ അങ്ങോട്ട്. എടാ അവക്ക് ഹിതം ഉണ്ടടാ. എന്ത് ഹിതം? അഭിഹിതം. എന്റെ പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം പറയില്ല. എടാ അനാവശ്യമൊന്നുമല്ല. ഇന്നാൾ ഒരു ദിവസം ഞാൻ അയൽക്കൂട്ടത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവള് കിഴക്കോട്ട് വെച്ചടിച്ച് പോണ്, പുതിയ സാരി ഉടുത്തിട്ട്. എവിടെ പോണെന്ന് ചോദിച്ചപ്പോ എന്നോട് പറയണേ, എനിക്ക് ഗുളിക മേടിക്കാൻ പോണെന്ന്. നെഞ്ചു പൊട്ടി പോയെന്നാ. ഞാനൊരു പെറ്റതല്ലേ. ഞാൻ ഈ കുടുംബത്ത് വന്ന് പറയുമ്പോ ഈ ചെറുക്കൻ ഇവിടെ പായാലും മൂടിപ്പൊറിച്ച് കിടക്കണം വയ്യാണ്ട്. നിന്നെ ഓർത്ത അവക്ക് തന്നെയില്ല. എനിക്ക് ഗുളിക മേടിക്കാനാണ് അവക്ക് നിനക്ക്. പൊട്ടത്തരമാണ് പറയണത്. അനിയല്ല, പനി. അതായത് പനിക്ക് കിടന്ന എനിക്ക് ഗുളിക വാങ്ങിക്കാൻ പോയതാ, അല്ലാതെ എനിക്ക് വാങ്ങിക്കാൻ പോയല്ല. ചുമ്മാ ആവശ്യമില്ല. ഇങ്ങനെ ഒരു മരപ്പൊട്ട. നീ രാവും പകലും പണിയെടുത്ത് ഈ കുടുംബത്ത് വന്ന് കയറുമ്പോ അവൾ എങ്ങനെ നിന്നോട് പെരുമാറണം? അവള് ചോറ് വരെ തരുമല്ലോ. ചോറ് വരെ തരും. എനിക്ക് നീ ചോറ് തിന്നുമ്പോ അവൾ എന്ത് ചെയ്യും? ഞാൻ ചോറ് കഴിക്കുമ്പോ അവള് കൊച്ചിന് ചോറ് വാരി കൊടുക്കും. ഇവിടെ മണ്ണി കളിച്ച് വിരകി നടക്കണം ചെറുക്കൻ അവള് ചോറ് വാരി കൊടുക്കും. കഷ്ടപ്പെട്ട് വന്ന എന്റെ മോന് ഒരു പിടി ചോറ് അവള് വായിൽ വെച്ച് തന്നിട്ടുണ്ടോ? അല്ലമ്മേ, ഞാൻ അത് പറ, തന്നിട്ടുണ്ടോ? ഇല്ല. അതാണ്. ചോറ് കഴിയുമ്പോ നീ എന്ത് ചെയ്യും? ചോറ് കഴിയുമ്പോ ഞാൻ കിണറ്റിൽ ചെന്ന് വെള്ളം കോരി കുളിക്കും. അപ്പൊ അവൾ എന്ത് ചെയ്യും? അവള് കൊച്ചിനെ കുളിപ്പിക്കും. മണ്ണി കളിച്ച് വിരകി നടക്കണം. കുളിപ്പിച്ച് ഉടുപ്പിച്ച് അവിടെ കിടത്തും. നിന്നെ ഇതുവരെ ഒരു തൊട്ടി വെള്ളം കോരി അവള് കുളിപ്പിച്ചണ്ട. ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മക്ക് അവള് വേണ്ട. ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചോ. എന്റെ ആദർശ് മോനെ കാണാൻ എന്റെ മോനെ കാണാൻ എന്തോരു മിടുക്കനാണെന്ന് നോക്ക്. നല്ല ബുദ്ധിയും വിവരമില്ലായ്മയും ഒക്കെ തികഞ്ഞു നിൽക്കണേ. ഇച്ചിരി വിദ്യാഭ്യാസ കുറവുണ്ട്, വേറെ കുഴപ്പമില്ല. ഇടാ, നിനക്ക് നല്ല കീളുന്നു പോലത്തെ ഇല്ലേ? അവിടെ ഇല്ല. നല്ല കീളുത്തു പോലത്തെ പെമ്പിളേ വഴി കൂടി പോണം. അങ്ങനത്തെ പെമ്പിളെ കിട്ടൂടാ. എടാ, നിനക്ക് നല്ലൊന്നാം പെണ്ണിനെയും കെട്ടി വല്ല ഊട്ടിയിലാ കൊടൈക്കനാലാ എവിടെയെങ്കിലും ഹണിമൂണിന് പോകാൻ പാടില്ല. പറ്റത്തില്ല. എന്താ പറ്റാത്ത?
ഭയങ്കര തണുപ്പാണ്. ദൈവമേ, ഓ ഞാനൊന്നും പറയാനില്ല. നീ അവളെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിന്റെ ബന്ധം ഒഴിയാൻ പറയും. നിനക്ക് വേറെ കല്യാണം കഴിക്കണമെന്നും പറയും. ചുമ്മാ ആവശ്യമില്ല. ഞാൻ അതങ്ങനെ പറഞ്ഞ ശരിയാവണം. എങ്ങനെ അവളത് പ്രതീക്ഷിച്ചിരിക്കില്ലേ? എടാ, അല്ലെങ്കിൽ തന്നെ ഈ സുന്ദരിക്കോതെ ഈ കുടുംബത്തെ വന്ന് കയറിട്ട് ഈ തള്ളക്ക് ഒരു ഗ്ലാസ് വെള്ളം അനത്തിയിട്ട് കാപ്പിയിട്ട് തന്നിട്ടില്ല. തള്ള അന്ന് മുതൽ കണ്ടവന്റെ ഇറക്കോട്ടി പോയി കഞ്ഞി കോരി കുടിക്കണം. തെണ്ണോട്ടടാ, എനിക്ക് കുറച്ച് തെണ്ണോട്ടടാ. നീ അവളെ വിളിച്ചിട്ട് അവളെ വേണ്ട, ബന്ധം വെച്ചിക്കാൻ പോണേ, നീ വേറെ കെട്ടാൻ പോണേന്ന് പറ. ബന്ധം വെച്ചിക്കാൻ പറയടാ, ബന്ധം വെച്ചിക്കാൻ പറ. വിളിയടാ അവളെ. ഓ, ഇങ്ങനെ ഒരു മരപ്പൊട്ടം വിളിയടാ. ഹലോ തത്തേ, നാളെ ഞാൻ നീയായിട്ടുള്ള കല്യാണം നടക്കൂല. ഞാൻ വേറെ കെട്ടാൻ പോണം. നിന്നെ എനിക്ക് വേണ്ട. ഒട്ടം തെറി പറഞ്ഞു. ഐ വിൽ മീറ്റ് യു. ഓ, അന്ന് വല്ല ചിത്രഹാരം കണ്ട് കിടന്നുറങ്ങിയാ മതിയായി. അങ്ങനെ വല്ലതും സംഭവിച്ച പുതിയൊരു പെണ്ണ്, കാറ്, ഊട്ടി, ഇത് പൊളിക്കും. കൊള്ളാം. എന്നെ മനസ്സിലായി കാണുമെന്നറിയത്തില്ല. ഞാൻ തെന്മല തത്ത. നേരത്തെ പറഞ്ഞായിരുന്നില്ലേ, ഫോൺ ചെയ്തില്ലേ, ആ തത്തയാണ് ഞാൻ. എനിക്കിപ്പോ സന്തോഷം കൊണ്ട് കൂടി. എന്നാ കല്യാണം കഴിക്കുന്ന സമയത്ത് സബ്ജറിസ്കാർ ആഫീസിൽ ഞാനും എന്നെ കെട്ടിയോരും 2 സാക്ഷി ഒപ്പുകാരും മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പത്തെ സെലിബ്രിറ്റികളോട് സെലിബ്രിറ്റികൾ. ആഹാ, തലേസമായിട്ട് സദ്യ ഉണ്ണാൻ വേണ്ടി വന്നിരിക്കും കല്യാണത്തില്ല. തത്ത ഉണ്ണികളെ നിങ്ങളെ കാണണം. തത്ത ഉണ്ണികളെ കാണണം. സങ്കടമുണ്ട്. എന്നെ കല്യാണം കഴിച്ചോണ്ട് ഇവിടെ വരുന്ന സമയത്ത് ആ കാണുന്ന വീട് ഷേപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തത്ത കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്ത് ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. ബയോളജി പുസ്തകത്തിനകത്ത് വിരവാദിച്ച പയ്യനെ കണക്കിരിക്കുന്നു. ഞാൻ കഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുത്ത് അവസാനം ചത്തെടുത്തോണ്ട് പോണ സമയത്ത് 4 പേരെടുക്കേണ്ട സ്ഥാനത്ത് 14 പേരാണ് കളവരെടുത്തോണ്ട് പോകുന്നത്. ആഹാരം വെച്ചു കൊടുത്ത ഇപ്പൊ തത്തയെ വേണ്ട, തത്തയെ വേണ്ട. ദൈവമേ, ഫോൺ കട്ട് ചെയ്തോടെ പറന്നു വന്നു. ഇത് ഇവിടെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞല്ലേ, എന്താ ഇവിടെ? വാക്കുകൾ കിട്ടുന്നില്ല. ഇതെന്നാ വാക്കുകൾ കിട്ടുന്നില്ല. നന്നായി, ഇനി ഒന്നും കേക്കണ്ടല്ലോ വായി. ഓഹോ, പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നേക്കുവാ. ഇതിലൊന്നുമില്ലല്ലോ. അതാ പറഞ്ഞത്, വാക്കുകൾ കിട്ടുന്നില്ല. നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? ഞാൻ വിളിച്ച് പറഞ്ഞല്ലേ നീ ഇങ്ങോട്ട് വരണ്ട, നിന്നെ കെട്ടില്ല. തത്തേ, പേര് തത്തയാണ്. നീ ഇവിടെ കിടന്ന് ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതല്ല, പിന്നെ നമ്മളെ മക്കള് സഞ്ജുവും ചുഞ്ചുവും പറഞ്ഞ് അച്ഛന്റെ കല്യാണത്തിന് പോവേലേ അമ്മ, പോയിട്ട് വരുമ്പോ കൊണ്ടുവരണേന്ന് പറഞ്ഞു. എന്റെ സഞ്ജുവും ചിഞ്ചുവും അച്ഛനെ കൊണ്ടുവരണേന്നല്ലേ? കല്യാണത്തിന്റെ സദ്യക്കുള്ള പായസം കൊണ്ടുവരണം. തന്തേര മക്കള് അതേ സ്വഭാവം. നീ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എന്നിട്ട് കാര്യമില്ല. എന്റെ അമ്മ പറയണത് ഞാൻ കേൾക്കും. ഒരു അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. ചോദിക്ക്. നിങ്ങൾ സഞ്ജുവിന്റെ ചിഞ്ചുവിന്റെ ആരാണ്? നമ്മള് എന്റെ പിള്ളേരല്ലേ? മക്കൾ എന്നല്ല, എന്റെ മക്കള്. അല്ലാതെ ഞാൻ ഇവിടെ സ്പെഷ്യൽ പെർഫോമൻസ് കിട്ടിയിട്ട് എനിക്ക് കിട്ടിയ ട്രോഫികളല്ല. നിങ്ങള് എന്റെ മക്കളാണ്. തത്തേ, ഞാൻ സീരിയസ് ആയിട്ട് പറയണ, നാളെ ഒരു നല്ല ചടങ്ങ് നടക്കണതാണ്. ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. എന്നെ പോലെ സമാധാനത്തിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീ. എനിക്ക് എന്തിന്റെ കുറവ്? എനിക്ക് എന്തിന്റെ കുറവ്? ഇത് തന്നെയാണ് ഏറ്റവും വലിയ കുറവ്. എടി, നിന്റെ കുറവ് പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ 6 എപ്പിസോഡ് ഞാൻ ഒറ്റയ്ക്കൂടെ നിന്ന് സ്റ്റാൻഡപ്പ് പഠിക്കേണ്ടി വരും. ഒരു കാര്യം പറഞ്ഞേക്കാം,
എന്റെ തറവാട്ടിലോട്ട് വന്ന് കയറി അയ്യോ പന്തലും കെട്ടി കല്യാണത്തിന് കെട്ടാനിക്കൊന്ന് കാണണോടാ. യവൻ എന്റെ കുടുംബത്തിൽ വന്ന് കയറി അന്ന് മുടിഞ്ഞിരിക്കണു തറവാടേ. തറവാട് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. പറഞ്ഞാ നീ നാറും. പറയട്ടാ കേക്കണം. ഞാൻ ഇവളെ വിളിച്ചോണ്ട് വന്നു. പിന്നെ വീട്ടുകാരൊക്കെ അങ്ങ് ഒരുമിച്ചിട്ട് ഒരു ദിവസം ഞാൻ വിരുന്നിന് പോയി. അവിടെ കിടന്ന് വെളുപ്പിനെ 4:30 മണിക്ക് ഞാൻ നോക്കിയപ്പോഴ് ഡ്രംസ് വായന കേൾക്കണം. ഇതെവിടെ നിന്നടാ ഈ ശബ്ദം എന്നറിയാൻ വേണ്ടി ഞാനിങ്ങനെ ശബ്ദം ശ്രദ്ധിച്ച് ചെന്നപ്പോ ഇവൾ അച്ഛൻ ബാത്റൂമിൽ 3 ബക്കറ്റ് നിരത്തി വെച്ചിട്ട് കമ്പ് വെച്ചിട്ട് എന്താ മാമാന്ന് ചോദിച്ചോ പറഞ്ഞു. ബാത്റൂമിൽ ഡോറില്ല, ഇങ്ങനെ ശബ്ദം ഒട്ടാക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ആൾക്കാർ വരുമെന്ന്. അതാണ് മഹിമ. ഞാൻ പറഞ്ഞ ശബ്ദമാണ് വിഷയമെങ്കിൽ ഒരു ഫ്ലൂട്ട് വായിച്ചൂടെ. അപ്പൊ പറയണേ നിനക്കിവിടത്തെ ആഹാര രീതി അറിയത്തില്ല, അതിന് ഡ്രംസ് ആണ് ബെസ്റ്റ് എന്ന്. നഷ്ടം ഉണ്ടായ അതില്ല, നഷ്ടമില്ല. ഒരാഴ്ച അവിടെ നിന്നപ്പോ ഞാനും ഡ്രംസ് വായിക്കാൻ പഠിച്ചു. ഇപ്പോൾ പൂഞ്ഞാറുള്ള പ്രമാണി ഗാനമേള ട്രൂപ്പിൽ മെയിൻ ഡ്രംസ് ആണ്. അങ്ങനെ എന്റെ അച്ഛനെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട. ഞാൻ അമ്മയുണ്ട്. അമ്മ എന്ത് പറയും? 10 പേര് അറിയും. മാലോകർ അറിയട്ടെ, മാലോകർ എന്റെ അമ്മയെ കുറിച്ച് എനിക്ക് എന്ത് പറയാം. ഞാൻ ചെന്ന് പിറ്റേന്ന് രാവിലെ കല്യാണം കഴിഞ്ഞ് മുടിയൊക്കെ വാരിക്കുട്ടി കുളിച്ചിങ്ങനെ നിന്നപ്പം വീടിന്റെ തൊട്ടപ്പുറത്ത് മണ്ണിടിക്കുന്നത് ഒരു JCB വരണത് കണ്ട് ഇങ്ങനെ തള്ള കുറെ കാടി വെള്ളം കൊടുത്ത് അതിന് മുമ്പ് കൊണ്ട് വെച്ചിട്ട് പറയുന്നത് ആവശ്യം പോലെ കുടിച്ചോളാം മക്കളെ, കുറച്ച് കൊണ്ടുവരാൻ. അതിലെന്താ വലിയ പുതുമ? ഇറ്റാച്ചി കണ്ടപ്പോ എന്റെ അച്ഛൻ വലിയച്ചാന്ന് വിളിച്ചിട്ടുണ്ട്. അതിനേക്കാളും വലിയ ഒന്നല്ലല്ലോ. നിങ്ങളുടെ ഈ പ്രശ്നം എന്റെ ബന്ധുക്കാരെല്ലാരും പറഞ്ഞു. വയറ്റിലെ അപ്പച്ചി കണ്ടിട്ടുണ്ടോ? എന്റെ അപ്പച്ചിക്ക് വയറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാനല്ലല്ലോ, നിന്റെ മാമനല്ലേ കാണാളോ. അയ്യോ അതല്ലെന്ന്. പിന്നെ വയറ്റിലെ അപ്പച്ചി, അപ്പച്ചിയുടെ കാര്യം വിട്. തെന്മല പൊടിച്ചി അപ്പച്ചി വരും. തെന്മല കിടന്ന് പൊടിച്ചെങ്കിൽ കാപ്പി കുരുവല്ലോ ആയിരിക്കും. എടി അത് അവിടെ കിടന്ന് വളരാട്ട് ഇവിടെ കൊണ്ടിടല്ലേ. ഒന്നാമത് ഇവിടെ സ്ഥലമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, ആരെങ്കിലും ഉണ്ടാടി ചോദിക്കാൻ? ഇത് വേണം. നിങ്ങളുടെ അമ്മ നിങ്ങളെ സ്നേഹിക്കുന്നതിന് 100 പ്രാവശ്യം ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. എന്റെ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നതിന്റെ 1000 വട്ടി ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. എനിക്ക് എന്തിന്റെ ദൈവമേ, ആ ഇലവഴിഞ്ഞു പുഴയിൽ വെള്ളമില്ല, ഇല്ലെങ്കിൽ അതിനകത്ത് ചവിട്ടി ചാക്കായിരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കത്തില്ലേ? എന്നെ നിങ്ങളെ കല്യാണം കഴിക്കും? എടി ഇല്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ ഇവിടെ കിടന്നിട്ട് ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കണത്? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ അവളുടെ കഴുത്തിൽ നിങ്ങൾ താലി കെട്ടുമ്പോ അതേസമയം എന്റെ മാമന്റെ മകൻ സുനിൽ, തടിമില്ലി നടത്തുന്ന സുനിൽ എന്റെ കഴുത്തിൽ വരുന്ന മാല്യം ചാർത്തും. അവൻ മിടുക്കനാ, സുനിൽ മിടുക്കനാ. എന്നെക്കാലം കൂടുതലായിട്ട് അവൻ എന്തുണ്ടടി? മണി സമ്മതിക്കത്തില്ല ഞാൻ. എന്റെ മോനെ വേറെ പെണ്ണ് കെട്ടിക്കാൻ പോണെന്നപ്പോ നീ എന്താ ഈ കുടുംബത്തോട്ട് വലിഞ്ഞിറങ്ങിയ? നിങ്ങളുടെ ബുദ്ധി അങ്ങനെയാണെങ്കിൽ കൊടുക്കണ തട്ടമ്മക്ക് പാലും പഴം എന്താന്ന് വെച്ചാ നിങ്ങളാണ് ഇത് ചെയ്യിക്കുന്നതല്ലേ? അതെ, എന്റെ മോനെ കൊണ്ട് ഞാൻ വേറെ പെണ്ണ് കെട്ടിച്ചിരിക്കും. നിന്നെ അടിച്ചതിനകത്ത് വിളക്ക് പിടിച്ച് ഞാൻ കേറ്റൂലാടി. അപ്പൊ നിങ്ങൾ ജയിച്ചു അല്ലേ? അങ്ങനെയല്ലേ പാടുള്ളൂ. പക്ഷെ എനിക്കൊണ്ട് ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, എനിക്ക് അതിനെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. മുള്ളുകൾ ഇറക്കുന്ന കുത്തിയിറക്കുന്ന വേദനയിലും നിങ്ങളെപ്പോഴത്തെ ആവാസനായ മോൻ താലി കെട്ടിയപ്പോ കളഞ്ഞപ്പെട്ടു പോയത് എന്റെ ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ താലിമാല നിന്നെ എന്റെ മോനെ കൊണ്ട് ഞാൻ കെട്ടിക്കൂലടി. എന്റെ മോനെ ഞാൻ വേറെ പെണ്ണ് കെട്ടും. എന്റെ മോനെ ഞാൻ കെട്ടിക്കും. അല്ലെങ്കിലും ഇങ്ങനത്തെ പെരകെട്ട പെണ്ണിന് എന്റെ മോനെ എന്തിനാ? ഇതുപോലെ തലബോബ ചെയ്ത നീ ഈ ട്രെൻഡിലുള്ള പെങ്കൊച്ചി, നിന്നെ കൊണ്ട് എന്റെ മോനെ ഞാൻ കെട്ടിക്കും. 100-150 പവനൊന്നും വേണ്ട, ഇതുപോലത്തെ ഒരു പെങ്കൊച്ചു മതി. ആദർശേ അതേ കൂടെ ഞാൻ വെള്ളോട് തുടങ്ങി മരിക്കുന്നില്ല. ഇറങ്ങി തിരിഞ്ഞ് ബോധവും കെട്ട് അവിടെ ചെന്നിരുന്നല്ല. അയ്യോ, കല്യാണപ്പെട്ടിന്റെ കൊണ്ടിരിക്കണേ. കല്യാണത്തിന്റെ തലേ ദിവസം കൊണ്ടിരിക്കണ്. ഇടി ചുമ്മാ ഇനി അതിനെയും കൂടി എന്റെ തലയിൽ കെട്ടി വെക്കല്ലേ. അങ്ങനെ ഒരു വിഷയമേ ഇല്ല. നീ ഇങ്ങോട്ട് വാ, കുടുംബത്തിൽ പോവാല്ലെങ്കിൽ പോ. അങ്ങ് പോകും. നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കിടന്ന ആവശ്യമില്ല വിഷയം ഉണ്ടാക്കണം. അപ്പം തത്തേടെ അമ്മയ്ക്കും വേണ്ട, മോനും വേണ്ടല്ലേ? വേണ്ട തത്തയുടെ കൂട്ടിലോട്ട് പോവാ.
ഇങ്ങോട്ട് വാ. നീ ഈ കുടുംബത്ത് വന്നു കയറിയ പിന്നെ നിന്റെ ഈ അഹങ്കാരം പിടിച്ച തുള്ളല് ഇതൊന്ന് നിർത്താൻ വേണ്ടി ഈ പൊട്ട പോലും അറിയാണ്ട് ഞാൻ കളിച്ച നാടകം വരുന്നത്. നാളെ ഇവൻ താലി കെട്ടണുണ്ടെങ്കിൽ അതിന്റെ തത്തമോക്കടെ കഴുത്തലായിരിക്കും. സമാധാനമായ എന്തേ ഞാൻ കെട്ടൂല. ഞാൻ എനിക്ക് മറ്റേ പെണ്ണ് മതി. അമ്മ നേരത്തെ പറഞ്ഞു വേണ്ടാണ്. ഏത് മറ്റേ പെണ്ണ്? കൂട്ടി കർണമുത്തിയാന്ന് പറഞ്ഞ ഞാൻ തരിഞ്ഞാൻ. എടാ നിന്നെ കൂടി വിശ്വസിച്ച് ഇറങ്ങി വന്ന് നിന്റെ 2 മക്കളെയും പറ്റി ഇവളെ വേണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഈ 10-40 വയസ്സിൽ ആര് പെണ്ണ് തരാനാ പൊട്ട? ശിവാജി പാത്രക്ക്, രജനി പാത്രക്ക്, കമല പാത്രക്ക് എവളോ പെറിയ നടികർ. ഐ ലവ് യു. എങ്ങനെയെന്ന് ഇങ്ങനെ മാറണം? കുറച്ചു മുമ്പ് എന്റെ അടുത്ത് കെട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കെട്ടാനാ. എടാ നീ ആ തട്ടേനെ കെട്ടിയാ മതിയെന്ന്. മോളിങ്ങോട്ട് വാ. ഇത്രയും നല്ല എന്റെ പൊന്നേ, ഇത്രയും നല്ലൊരു മരുമോളെ ഇനി എനിക്ക് ഈ ജന്മം കിട്ടുവാടാ. അമ്മ നേരത്തെ പറഞ്ഞപ്പോ കറക്റ്റ് ആണോ? ആ നാളെ എന്നെ തന്നെ കെട്ടുന്നേ കെട്ടും. ആണോ? ആ കാര്യം പറഞ്ഞോട്ടെ, എന്തേ നിങ്ങൾ രണ്ടും ഒരുമിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ഒരു നമ്പർ കാണിച്ചാണേ. പോടാ പൊട്ട. സത്യമാണല്ലേ? സത്യം. അപ്പൊ നിങ്ങളുടെ രണ്ടും നാടകമാണല്ലേ ഇത്? നാടകമായിരുന്നു. തന്നെ? അപ്പൊ ഞാനൊരു കാര്യം പറയട്ടാ. എന്താ മോനെ? തത്ത മാറിയിട്ടൊന്നുമില്ല. തത്തയ്ക്ക് പഴയ തരി കുണം സ്വഭാവം തന്നെ. നാളെ ഇങ്ങനെ താലി കെട്ടുകയും ചെയ്യും. തത്തയുടെ പഴയ സ്വഭാവം അങ്ങോട്ട് കാണിക്കുകയും ചെയ്യും. തത്തേ റീലോട്ടഡ്.